ഹായ് സ്റ്റുഡൻസ്, NCMHM JEE 2025 അപേക്ഷ കൊടുക്കാനുള്ള ഡേറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഇൻഫർമേഷനും NCMHM ബന്ധപ്പെട്ടുള്ള വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിർബന്ധമായും നിങ്ങൾ അതിലത്തെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിച്ചിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മളുടെ അപേക്ഷയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താൻ പാടുള്ളൂ. അതങ്ങനെ തന്നെയാണ് ഫസ്റ്റ് രജിസ്ട്രേഷൻ്റെ പാർട്ട് 1 അവർ നിർബന്ധിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്കിതിൻ്റെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റ് നിങ്ങൾക്ക് ഈ പറയുന്നതിൻ്റെ താഴെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് നമ്മൾ തരുന്നതായിരിക്കും. exams.nta.ac.in NCHM ആണ് നമ്മൾ അതിൽ ചെക്ക് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ nta.ac.in നമുക്ക് ഈ പറയുന്ന അപേക്ഷിക്കാനുള്ള ലിങ്ക് കാണാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വന്നിരിക്കുന്നത് 27/4/2025 സൺഡേ ആണ്. രാവിലെ 11 മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് 2 മണി വരെയാണ് എക്സാമിനേഷൻ വരുന്നത്. അതേപോലെ അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ് 16/12/2024 തൊട്ട് 15/2/2025 വരെയാണ്. അത് 5 മണി വരെ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഡേറ്റ് തന്നെയാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് സക്സസ്ഫുൾ ഫീ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 15-ാം തീയതി തന്നെയാണ്. 15 ഫെബ്രുവരി 2025 രാത്രി 11:50 വരെയാണ്. കറക്ഷൻ ഓഫ് ഇൻ ദ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ ഓൺലി അത് 17/2/2025 തൊട്ട് 20/2/2025 വരെയാണ് ആ ഡേറ്റ് വരുന്നത്. ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് OBCക്കും അതേപോലെ തന്നെ OBC നോൺ ക്രീമി ലെയറിലുള്ള കുട്ടികൾക്ക് 2,000 രൂപയാണ് ഫീസ് വരുന്നത്. ജനറൽ EWS കാറ്റഗറിയിൽ 700, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ 450, അതേപോലെ ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിലും നമുക്ക് 450 PWD വിഭാഗത്തിലാണെങ്കിലും 450, തേർഡ് ജെൻഡർ ആണെങ്കിൽ 450 നമുക്ക് വരുന്ന ഫീസ്. ഏറ്റവും കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് JNUവിനെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജുകളിലേക്കാണ് നമ്മൾ NCHM JEE 2025 വഴിയുള്ള എൻട്രൻസ് എക്സാം എഴുതി നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാൻ കഴിയുന്നത്. പുതിയ സിലബസ് പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് നിങ്ങൾക്ക് 4 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രിയും ഇതിൽ അവൈലബിൾ ആണ്. 3 വർഷമാണ് നമുക്ക് വരുന്നത്. 3 വർഷവും ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വളരെ കൃത്യമായി പറയുന്നത് ഇങ്ങനെയാണ്: പ്രോഗ്രാം ഇൻവോൾവ്സ് ഇൻ ഡെപ്ത് ലബോറട്ടറി വർക്ക് ഫോർ സ്റ്റുഡൻസ് ടു അക്വയർ റിക്വയർഡ് നോളജ് ആൻഡ് സ്കിൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ദ ഓപ്പറേഷണൽ ഏരിയ ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബീവറേജസ് സർവീസ് ആൻഡ് റൂംസ് ഡിവിഷൻ. ഇറ്റ്സ് ഓൾസോ പ്രൊവൈഡ് എ മാനേജറൽ ഇൻപുട്സ്. അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മാനേജറൽ ഇൻപുട്സ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റാലിറ്റി മാനേജർ അല്ലെങ്കിൽ കാറ്ററിംഗ് മാനേജർ. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിൽ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഈ പറയുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള പബ്ലിക് സെക്ടറും അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലും ഹോസ്പിറ്റാലിറ്റി മാനേജർ അല്ലെങ്കിൽ കാറ്ററിംഗ് മാനേജർ എന്നുള്ള പോസ്റ്റിലേക്കാണ് നമുക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. അഡ്മിഷൻ ടു എബോ കോഴ്സ് എന്ന് പറയുന്നത് പ്യുവർലി നമുക്ക് ഇന്ത്യയിലുള്ള ഏത് ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജിലും ഈ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് 3 ഇയേഴ്സിൻ്റെ ഒരു റെഗുലർ പ്രോഗ്രാമായിട്ട് BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് പരീക്ഷയുടെ പാറ്റേൺ വരുന്നത് 30 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ പറയുന്ന ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് അനാലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡാണ്. റീസണിങ് ആൻഡ് ലോജിക്കൽ ഡിഡക്ഷൻ 30 ക്വസ്റ്റ്യൻസ് ആണ്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 30 ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 60 ക്വസ്റ്റ്യൻസ് ആണ്. സർവീസ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ഫോർ സർവീസ് സെക്ടർ എന്ന് പറയുന്നത് 50 ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വെച്ചിട്ടാണ്. നെഗറ്റീവ് മാർക്കുണ്ട്, 1 മാർക്ക് വീതമാണ്. എലിജിബിലിറ്റി അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ ഒരു ധാരണ ഈ പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ആർക്കൊക്കെ എഴുതാൻ പറ്റുന്നുള്ളൊരു ധാരണ പൊതുവെ കുട്ടികളുടെ ഇടയിൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് 10+2 അതായത് +2 കഴിഞ്ഞ വിദ്യാർത്ഥി, +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന, +2 കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന സയൻസ് സ്ട്രീമിലായാലും കൊമേഴ്സ് സ്ട്രീമിലായാലും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിൻ്റെ സ്ട്രീമിലായാലും പഠിക്കുന്ന കുട്ടികൾ ഇംഗ്ലീഷ് ഒരു മെയിൻ സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ എൻട്രൻസ് എക്സാമിനേഷന് പങ്കെടുക്കാനായിട്ട് സാധിക്കും. വളരെ കൃത്യമായി പറയുന്നത് അവർ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ +2 ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അവരുടെ എലിജിബിലിറ്റി സെപ്റ്റംബർ 2025 മുമ്പായി പാസ്സായിരിക്കണം അല്ലെങ്കിൽ പാസ്സായി എന്നുള്ളതിൻ്റെ പ്രൂഫ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് ഫെയിലായി കഴിഞ്ഞാലാണ് ഈ വർഷത്തെ കുട്ടികളെ സംബന്ധിച്ച് അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ച് പാസ്സായിട്ടുള്ള അത് +2 മൊത്തത്തിൽ പാസ്സായിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി 30 സെപ്റ്റംബർ 2025 മുമ്പായിട്ട്
കൊടുക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികളാണ് അവർ പരിഗണിക്കുന്നത്. അതിന് ശേഷം ഇത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അഡ്മിഷൻ ക്യാൻസൽ ആവുന്നു. അത് കൃത്യമായിട്ട് ഈ പറയുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊക്കെ ഇക്വാലൻ്റ് സ്ട്രീം എന്നുള്ളതും കൃത്യമായിട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ അതുണ്ട്. നമുക്ക് ഇനി വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്, എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നുള്ള 3 സ്റ്റെപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് പേജ് രജിസ്ട്രേഷൻ പേജാണ്. സെക്കൻഡ് പേജ് എന്ന് പറയുന്നത് ഫില്ലിംഗ് ദ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോമാണ്. തേർഡ് അപ്ലോഡിങ് സ്കാൻഡ് ഇമേജസ് ആണ്. അതിനുശേഷം പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് കഴിഞ്ഞ ശേഷം കൺഫർമേഷനാണ്. പാർട്ട് 1 രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാൻഡിഡേറ്റ്സ് നെയിം, മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം, അതേപോലെ അത് കൃത്യമായിട്ട് നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലൊക്കെ കൊടുത്തിരിക്കുന്നത് പോലെ തെറ്റാതെ കൊടുക്കണം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി പ്രൊവൈഡ് ചെയ്യണം, അതിനും പ്രൂഫ് ഉണ്ടാവണം. പിന്നെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ തന്നെ മൊബൈൽ അഡ്രസ്സും മൊബൈൽ ഫോണും അതേപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും ആയിരിക്കണം. ആ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്ന 6 മാസമായി ഉപയോഗിച്ച് വരുന്ന, നിലവിൽ പാസ്വേഡ് അറിയാത്തതോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളില്ലാത്ത മെയിൽ അഡ്രസ്സാണ് അതിന് വേണ്ടി തയ്യാറാക്കേണ്ടത്. ഇനി ഒരു പരീക്ഷയുടെ കാലഘട്ടമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ ഇമെയിൽ ഐ ഡി വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഇമെയിൽ ഐ ഡി ഇനിയും സെറ്റായിട്ടില്ല എങ്കിൽ അത് നിർബന്ധമായിട്ടും തയ്യാറാക്കി വെക്കണം. അതിൻ്റെ പാസ്വേഡ് ഓർമ്മിച്ച് വെക്കേണ്ടതും അത്യാവശ്യമാണ്. ഇനി കീമായാലും JEE ആയാലും മറ്റുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആയാലും എല്ലാവരുടെയും നിർബന്ധമായിട്ട് വരുന്ന ഒരു മൊബൈൽ ഫോൺ നമ്പറും ഒരു ഇമെയിൽ അഡ്രസ്സും ശ്രദ്ധിക്കണം. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തതിൽ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോമാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ OBC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസേൺഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്കത് കൃത്യമായിട്ട് ആവശ്യം വരും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഏതാണ് സിറ്റീസ്, നമ്മൾ എക്സാമിനേഷൻ എവിടെയാണ് കൊടുക്കുന്നത്, അതൊക്കെ കൃത്യമായിട്ട് ഈ സെക്ഷനിലാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അവിടെയാണ് ഫുൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മൾ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, മറ്റുള്ള കാര്യങ്ങളാണ്. അതിൽ ഓരോന്നിനും, അതായത് ഫോട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് സിഗ്നേച്ചർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, റെസൊല്യൂഷൻ എങ്ങനെയാണ്, സൈസ് എങ്ങനെയാണ്, പിക്സൽസ് എങ്ങനെയാണ്, അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫോർമാറ്റിൽ തന്നെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഫസ്റ്റത്തെ സ്റ്റേജ്, അതായത് ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാം രജിസ്ട്രേഷൻ, ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൂഫ്, അതായത് ഇപ്പോൾ ആധാർ നമ്പർ, ഡിജിറ്റൽ നമ്പർ, അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ പാൻ കാർഡ് നമ്പർ, ഏതെങ്കിലും ഒരു പ്രൂഫ്, ഈ പറയുന്നതിലെ പ്രൂഫിൽ ഏതെങ്കിലും ഒന്ന് ടിക്ക് ചെയ്ത് അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള നമ്പർ താഴത്ത് കൊടുത്ത് നമ്മൾ ക്ലിക്ക് ടു പ്രൊസീഡ് എന്നുള്ള രീതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വിൻഡോയിലേക്ക് പോകും. അവിടെയാണ് നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് സച്ചസ് കാൻഡിഡേറ്റ്സ് നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്, പിന്നെ കൺഫേം ഇമെയിൽ അഡ്രസ്സ്, ജെൻഡർ, മൊബൈൽ നമ്പർ, കൺഫേം മൊബൈൽ നമ്പർ, ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ വരുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് അഡ്രസ്സ് കൊടുക്കാനാണ്. അതും കൃത്യമായിട്ട് നമുക്ക് പ്രൂഫുള്ള അഡ്രസ്സായിരിക്കണം. അതിനുശേഷം പ്രസൻറ്റ് അഡ്രസ്സ് നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് പെർമനൻറ്റ് അഡ്രസ്സും കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിലുള്ള എല്ലാ ഇൻഫർമേഷനും, മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഒരു കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം ചൂസ് പാസ്വേഡാണ്. പാസ്വേഡ് ചെയ്തതിന് ശേഷം ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, അത് നിങ്ങൾക്ക് പെട്ടെന്ന് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നൊരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആയിരിക്കണം. പിന്നെ ഒരു നമ്പർ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ആൽഫബറ്റും അത് തന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റേജിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് പോകാനായിട്ട് പറ്റും. ഇവിടെയാണ് നിങ്ങളുടെ കൃത്യമായിട്ട് ഇത് അടുത്ത സ്റ്റേജിലേക്ക് പോണേക്കാൾ മുമ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പം നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടി ചെക്ക് ചെയ്ത് അത് വെരിഫൈ ചെയ്യാനുള്ള, നമ്മൾ ഇനി എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാം. അപ്പോൾ ഒരു OTP മറ്റുള്ള കാര്യങ്ങൾ അതിൽ ചോദിക്കും. അപ്പോഴാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ കണ്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ആപ്ലിക്കേഷനിൽ തന്നെ ഫില്ലിംഗ് ആപ്ലിക്കേഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, എക്സാം സെൻറ്റർ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, പിന്നെ പേയ്മെൻറ്റ്, അതിനുശേഷം മൊബൈൽ നമ്പർ വെരിഫിക്കേഷനാണ്. അപ്പോൾ ഈ പറയുന്ന ഡീറ്റെയിൽസ് അതിലാണ് നമ്മൾ ഈ പ്രസൻറ്റ് അഡ്രസ്സ് അത് നമ്മൾ നേരത്തെ കൊടുത്തതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ തന്നെ വരും. അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഇതിലേക്ക് പോകാം.
അതിനുശേഷം നിങ്ങൾ പോകുന്നത് കോൺടാക്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം നേരെ പോകുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസാണ്. അവിടെ കാൻഡിഡേറ്റ് നെയിമും ഫാദേഴ്സ് നെയിമൊക്കെ ഓൾറെഡി വരും. അതിനുശേഷം കാറ്റഗറി, മറ്റുള്ള ഡീറ്റെയിൽസ്, ഇനി അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ആനുവൽ ഇൻകം. അപ്പോൾ ഇവിടെയൊക്കെ ഇൻകമും മറ്റുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രൂഫ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരും. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് അതിലുള്ള തന്നെ ആയിരിക്കണമെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അത് വേണ്ട രേഖകൾ എന്തായാലും തന്നെ ഇതിന് മുന്നേ തന്നെ എടുത്തു വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഇവിടെ കൊടുക്കുന്ന ആനുവൽ ഇൻകമും മറ്റുള്ള കാര്യങ്ങളും പിന്നീട് തിരുത്താനോ അല്ലെങ്കിൽ ഈ അഡ്മിഷൻ്റെ സമയത്ത് സമയത്ത് OBC നോൺ ക്രീമി ലെയർ ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന് സാധാരണ ഇതിൽ 6 മാസത്തെ സമയമാണ് കിട്ടുന്നത്. അപ്പോൾ മെയ് മാസം, ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ എക്സാം നടന്നതിന് ശേഷം മെയ് ജൂൺ ആകുമ്പോഴേക്കാണ് പിന്നെ അടുത്ത് വരുന്നത് അഡ്മിഷനൊക്കെ വരുന്നത്. അഡ്മിഷൻ വരുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വേണ്ട രേഖകൾ ആദ്യമേ തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. വേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് അടുത്ത കേസ് വരുന്ന എക്സാം സെൻറ്റർ ഡീറ്റെയിൽസാണ്. അതിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ഏതൊക്കെ സ്റ്റേറ്റിൽ ഏതൊക്കെ സ്ഥലത്ത് ഇങ്ങനെയുള്ള രീതിയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അറൗണ്ട് ഒരു 100 ടെസ്റ്റിംഗ് സെൻറ്റേഴ്സിന് ഉണ്ട്. കേരളത്തിലാകുമ്പോൾ ഒരു 14 ടെസ്റ്റിംഗ് സെൻറ്റർ നിങ്ങൾക്ക് അതിൽ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മളത് ചെയ്യാനായിട്ട്. പിന്നെ വരുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസാണ്. അവിടെയാണ് നമ്മുടെ പാസിൻ്റെ സ്റ്റാറ്റസ്. അവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്ലൈ മീൻസ് 10th റീക്വാലൻ്റ്, അത് കഴിഞ്ഞിട്ട് 12th റീക്വാലൻ്റിൽ നമ്മൾ പാസ്ഡ് ആണെങ്കിൽ പാസ്ഡ് കൊടുക്കുക. പ്രസൻറ്റ് ഇപ്പോൾ കണ്ടിന്യൂ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും അവിടെ തന്നെ ഉണ്ടാവും. അതിൽ പാസ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ലൈക്ക് പാസ്സായിട്ടുള്ള ഇയർ, അതേപോലെ ബോർഡ് ഏതാണ്, റിസൾട്ടിൻ്റെ പേഴ്സൻറ്റേജ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അതും സൂക്ഷിച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റിലുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ അല്ലെങ്കിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് വരുന്നത് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ആണ്. ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് എലിജിബിളായിട്ടുള്ള രീതിയിൽ, അതായത് ആ പറയുന്ന അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊരു ഇത് കാണും. അത് വായിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ. അതിനുശേഷം നമ്മൾ മൊബൈൽ വെരിഫിക്കേഷനാണ്. അതിനുശേഷം OTP ഒക്കെ വരും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ്. ഈ സമയത്താണ് നമ്മൾ പേയ്മെൻറ്റിലേക്ക് പോകുന്നത്, ഫൈനൽ സബ്മിറ്റ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഫൈനൽ സബ്മിറ്റിൻ്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് നോക്കുക, കണ്ട, ഈ ഫൈനൽ സബ്മിറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഒന്നും കൂടി ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഉറപ്പ് വരുത്തുക. അതിന് ശേഷമാണ് ലാസ്റ്റ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ അടിക്കാൻ പാടുള്ളൂ. അത് നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളെവിടേക്ക് പോകുന്നു, നമ്മുടെ പേയ്മെൻറ്റിലേക്ക് പോകണം. അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണും, പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അതിൽ ചില ബാങ്കുകൾ ചില ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ UPI അങ്ങനെയുള്ള മറ്റുള്ള ഡീറ്റെയിൽസ് അവൈലബിൾ ആണോ എന്ന് നിങ്ങൾ ഓരോന്ന് വെച്ച് ചെക്ക് ചെയ്തിട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് വ്യക്തമായി ചെയ്യണം. കാരണം പേയ്മെൻറ്റ് അടച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആയിട്ടില്ലെങ്കിൽ പിന്നെ അതിനെ എടുക്കാനുള്ള പ്രൊവിഷൻസും നമുക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ കുറച്ച് ലെങ്തി പ്രൊസീജിയറാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കുക. വളരെ തിരക്ക് പിടിച്ച് ചെയ്യാതെ ശാന്തമായിരുന്നിട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, സെർവർ ബിസി ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ റീട്രൈ ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങൾ പേയ്മെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും. ഒരു പോപ്പപ്പ് മെസ്സേജ് ആയിരിക്കും വരുന്നുണ്ടാവും. അതിനുശേഷം നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രൊസീജിയറിലെ എല്ലാ കാര്യങ്ങളും, രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ ഫോം, ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആണെങ്കിൽ ബ്ലൂ ടിക്കോടുകൂടി നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം നിങ്ങളുടെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഫോം കിട്ടും. ഇനി ഇതിലെന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തിരുത്താനുള്ള തീയതികൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അതിൽ നമുക്ക് തിരുത്താം. അപ്പോൾ എല്ലാവരും ഇത് കിട്ടിക്കഴിഞ്ഞാലാണ്, ഇതിലുള്ള രേഖകളെല്ലാം കറക്റ്റ് ആയിക്കഴിഞ്ഞാലാണ് നമ്മുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ്റെ സബ്മിഷൻ എന്നുള്ളത്, ഫൈനൽ സബ്മിഷൻ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് പാടുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നൈറ്റുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇഗ്നൈറ്റ് കോച്ചിങ് സെൻറ്ററിൽ നമുക്ക് അതിനുള്ള പ്രൊവിഷൻ, നമുക്ക് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ പറഞ്ഞു തരാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.